മൂന്നാം തവണയും മുഖ്യമന്ത്രി സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന പിണറായി വിജയന് നേരെ CPM-ലെ നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രവർത്തകർ തന്നെ നല്ല പണി കൊടുത്തതാണ്. ഇപ്പോൾ എന്തുകൊണ്ട് തോറ്റു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നടക്കമുള്ള ചില പഠനങ്ങളൊക്കെ ഈ CPM നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി അവർ പ്രത്യേക അന്വേഷണ കമ്മീഷനൊക്കെ CPM-നുണ്ട്. അതൊക്കെ അവർ ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ രീതിയിലുള്ള സീറ്റുകൾ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ വോട്ടുകൾ കുറഞ്ഞത് എന്നടക്കമുള്ള പരിശോധനകൾ അവിടെ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് CPM ഇപ്പോൾ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത്. ജില്ലാ കമ്മിറ്റിയാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള ശുപാർശ ചെയ്തത്. വിഭാഗീയത പ്രവർത്തനങ്ങൾ അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ CPM-ന്റെ നടപടി. ഇത് പരിശോധിക്കുന്നതിനായി പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു. ഈ അന്വേഷണ കമ്മീഷന്റെ ശുപാർശ കഴിഞ്ഞ ദിവസം ചേർന്ന് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തിരുന്നു. ഒരു ദിവസം നീണ്ടുനിന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാമെന്ന് ജില്ലാ കമ്മിറ്റി തീരുമാനത്തിലെത്തിയത്. രണ്ടംഗ കമ്മീഷൻ ജില്ലാ കമ്മിറ്റിക്ക് മുന്നിൽ വെച്ചതും ഇതേ ശുപാർശയായിരുന്നു. അത്രയേറെ ഗൗരവമേറിയ വിഷയങ്ങൾ പയ്യന്നൂരിൽ ഏരിയ കമ്മിറ്റിക്ക് ഉള്ളിലുണ്ടെന്നാണ് കമ്മീഷൻ കണ്ടെത്തിയത്. 2026-ലെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മറ്റ് ജില്ലകളിലും മണ്ഡലങ്ങളിലും ഉണ്ടായതിനേക്കാൾ വലിയ തോൽവിയാണ് പയ്യന്നൂരിൽ CPM-നുണ്ടായത്. 50,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം നിലനിർത്തിയിരുന്ന മണ്ഡലത്തിൽ TA മധുസൂദൻ എന്ന CPM-ന്റെ പ്രമുഖനായ സ്ഥാനാർത്ഥി തോറ്റു. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാർട്ടിയിൽ നിന്നും വിട്ടുപോയ V കുഞ്ഞികൃഷ്ണനാണ് പയ്യന്നൂരിൽ ജയിച്ചത്. കുഞ്ഞികൃഷ്ണന്റെ വിജയം സ്വാഭാവികമായി സംഭവിച്ചതല്ലെന്നും CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലെ ചിലരുടെ പിന്തുണയോടെയാണ് നടന്നതെന്നാണ് രണ്ടംഗ കമ്മീഷൻ ഇപ്പോൾ കണ്ടെത്തിയത്. അതായത് കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിലുള്ള നേതാക്കൾ തന്നെ CPM-ലെ നേതാക്കൾ തന്നെ കുഞ്ഞികൃഷ്ണന് അനുകൂലമായി തന്നെ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ ഏരിയ കമ്മിറ്റിയിലുള്ള ചിലർ കുഞ്ഞികൃഷ്ണന് വേണ്ടി പ്രവർത്തിച്ചു. കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ടുവെങ്കിലും അതായത് CPM വിട്ടെങ്കിലും പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ കുഞ്ഞികൃഷ്ണന് വേണ്ടി പ്രചാരണം നടത്തുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ കുഞ്ഞികൃഷ്ണന് വേണ്ടി ക്യാമ്പയിൻ നടത്തി പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു തരത്തിലേക്ക് പാർട്ടി അറിയാതെ കുഞ്ഞികൃഷ്ണന് വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി രഹസ്യമായി തന്നെ വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. വോട്ട് മറിക്കുന്നതിനായി ശ്രമങ്ങൾ നടത്തിയെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ ഇരുന്നു കൊണ്ട് തന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അടിത്തട്ടിൽ വരെ ഇറങ്ങി ചിലർ പ്രവർത്തിച്ചു എന്നത് ഉൾപ്പെടെയുള്ള ഞെട്ടിക്കുന്ന ഒട്ടേറെ കണ്ടെത്തലുകളാണ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള തീരുമാനം ഇപ്പോൾ CPM എടുത്തത്. താത്കാലികമായി രൂപീകരിക്കുന്ന കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പാനൂർ സ്വദേശിയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ P ഹരീന്ദ്രനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. പയ്യന്നൂരിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഏരിയ കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരായിരിക്കും ഈ താത്കാലിക കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുക. പാർട്ടി തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. കണ്ണൂരിൽ CPM-ന്റെ കോട്ടയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചിരുന്ന CPM-കാർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അടിയാണ് ഉണ്ടായത്. അതായത് പിണറായി വിജയനെ വരെ അവസാന നിമിഷം വരെ മുൾമുനയിൽ കൊണ്ട് നിർത്താൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു. അതായത് പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്ത് വരെ പിണറായി വിജയൻ നിന്ന് വിയർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവസാനം ഉച്ചയോടുകൂടിയാണ് പിണറായി വിജയൻ 3, 4, 7ാമത്തെ റൗണ്ടിലൊക്കെയാണ് പിണറായി വിജയൻ ജയിച്ചു കയറുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായത്. അങ്ങനെ പയ്യന്നൂരിലെ CPM-ന്റെ കോട്ടകളടക്കം UDF പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം, BJP അവിടെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ CPM-ന്റെ അടിത്തറ കണ്ണൂരിൽ നിന്നും ഇളകുന്നു എന്ന് പാർട്ടിക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു ചർച്ചകളൊക്കെ നടത്തി അവസാനം പിണറായി വിജയനും ഗോവിന്ദനും ഒക്കെ MV ഗോവിന്ദനും ഒക്കെ നൈസായിട്ട് എല്ലാം കൊണ്ട് പാർട്ടിയിലെ മറ്റ് നേതാക്കളുടെയും പ്രവർത്തകരുടെയൊക്കെ തലയിൽ കൊണ്ട് വയ്ക്കാനുള്ള ഒരു നീക്കം നടത്തി. അങ്ങനെ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള ഒരു അടി, പടലപ്പടക്കം അടക്കം ഉണ്ടാകുന്ന സാഹചര്യം, വലിയ രീതിയിലുള്ള ഒരു തമ്മിലടി വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് അന്വേഷണ കമ്മീഷനെ വയ്ക്കാം, ഓരോ മണ്ഡലത്തിൽ എന്തുകൊണ്ട് CPM പരാജയപ്പെട്ടു എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് CPM അല്ലെങ്കിൽ പാർട്ടി ഒരു നീക്കം നടത്തിയത്. കൃത്യമായി CPM നേതാക്കൾ പണിയെടുത്തില്ല എന്നൊക്കെയാണ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞത്. പ്രചാരണം ഒന്നും കൃത്യമായി തന്നെ നടത്തിയിട്ടില്ല, അതൊന്നും തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നു. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കൂടുതലായി കത്തി നിന്നത്. അതെല്ലാം CPM-ലെ ചില ഹൈന്ദവ വിശ്വാസികൾക്ക് വലിയ രീതിയിൽ അവരുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. കാരണം ഒരു പാർട്ടി ഈ ക്ഷേത്രങ്ങൾ വരെ കൊള്ളയടിക്കുന്നു, അയ്യപ്പന്റെ സ്വർണ്ണങ്ങൾ വരെ കൊള്ളയടിക്കാനായിട്ട് കൂട്ടു നിൽക്കുന്നു. അതിനെല്ലാം മുന്നിലായിട്ട് നിൽക്കുന്നത് CPM-ന്റെ മുതിർന്ന നേതാക്കൾ തന്നെയാണ്. അതായത് പ്രശാന്ത് അടക്കം
അടക്കമുള്ളവർ, പത്മകുമാർ അടക്കമുള്ളവരൊക്കെ ഇതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നു. അതെല്ലാം CPM-ലെ ചില നേതാക്കൾക്കെങ്കിലും ഒന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു കാരണമായി മാറി എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കൂടാതെ പാർട്ടി വിട്ട കുഞ്ഞികൃഷ്ണനെ ജയിപ്പിക്കാൻ CPM-ലെ നേതാക്കൾ ഓഫ് റെക്കോർഡിൽ അഹോരാത്രം പ്രവർത്തിച്ചുവെന്നും അന്വേഷണ കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPM നേതാക്കൾ വോട്ടുകൾ മാറ്റിക്കുത്തി, അതായത് ഒരു കാരണവശാലും മൂന്നാമതും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകരുത് എന്ന് ചില CPM നേതാക്കൾക്കെങ്കിലും താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ മാറ്റിക്കുത്തിയത് എന്നടക്കം പറയുന്നു. അതായത് CPM-ലെ നേതാക്കന്മാർക്ക്, പ്രവർത്തകർക്കൊന്നും പിണറായി വിജയനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നതാണ് ഒറ്റ വാക്കിൽ ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്.